അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1298, സൂറത്തു തൗബ 67 മുതൽ 70 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. المنافقون والمنافقات بعضهم من بعض يأمرون بالمنكر وينهون عن المعروف ويقبضون أيديهم نسوا الله فنسيهم إن المنافقين هم الفاسقون وعد الله المنافقين والمنافقات والكفار نار جهنم خالدين فيها هي حسبهم ولعنهم الله ولهم عذاب مقيم كالذين من قبلكم كانوا أشد منكم قوة وأكثر أموالا وأولادا فاستمتعوا بخلاقهم فاستمتعتم بخلاقكم كما استمتع الذين من قبلكم بخلاقهم وخذتم كالذي خاضوا أولئك حبطت أعمالهم في الدنيا والآخرة وأولئك هم الخاسرون ألم يأتهم نبأ الذين من قبلهم قوم نوح وعاد وثمود وقوم إبراهيم وأصحاب مدين والمؤتفكات أتتهم رسلهم بالبينات فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. المنافقون والمنافقات കപടന്മാരായ പുരുഷന്മാരും സ്ത്രീകളും ബഅ്ളുഹും മിൻ ബഅ്ളിൻ അവർ ചിലർ മറ്റു ചിലരിൽ നിന്നുള്ളവരാണ്. പരസ്പരം ഒരേ ദുസ്വഭാവമുള്ളവരാണ്. യഅ്മുറൂന ബിൽ മുൻകരി അവർ തിന്മ കൊണ്ട് കൽപ്പിക്കുന്നു. വയൻഹൗന അനിൽ മഅറൂഫി നന്മയെ തൊട്ട് വിലക്കുകയും ചെയ്യുന്നു. വയഖ്ബിലൂന ഐദിയഹും അവരുടെ കൈകളെ അവർ പിൻവലിക്കുന്നു, അവർ പിശുക്ക് കാണിക്കുന്നു. നസുല്ലാഹ ഫനസിയഹും അവർ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മറന്നു, അല്ലാഹു അവരെയും മറന്നു. ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ നിശ്ചയം കപടന്മാർ തമ്മാടികൾ തന്നെയാകുന്നു. വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി കപടന്മാരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അല്ലാഹു വാഗ്ദാനം ചെയ്തു. വൽ കുഫാറ സത്യനിഷേധികൾക്കും അല്ലാഹു വാഗ്ദാനം ചെയ്തു. നാറ ജഹന്നമ ജഹന്നം എന്ന നരകത്തിന്റെ ശിക്ഷയെ ഖാലിദീന ഫീഹ ആ നരകത്തിൽ അവർ ശാശ്വതന്മാരായ നിലക്ക്. ഹിയ ഹസ്ബുഹും അവർക്ക് ആ നരകം മതിയായതാണ്. വലഅനഹുമുല്ലാഹ് അല്ലാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് അവരെ അകറ്റിയിരിക്കുന്നു. വലഹും അദാബും മുഖീം അവർക്ക് നിത്യമായ ശിക്ഷയുണ്ടാകുന്നതാണ്. കല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങളുടെ മുമ്പുള്ളവരെ പോലെ തന്നെ. കാനു അശദ്ദ മിൻകും ഖുവ്വത്തൻ അവർ നിങ്ങളെക്കാളും ശക്തന്മാരായിരുന്നു. വഅക്സറ അംവാലൻ വഔലാദൻ നിങ്ങളെക്കാൾ സമ്പത്തും അതേപോലെ സന്താനങ്ങളുമൊക്കെ കൂടുതലുണ്ടായവരായിരുന്നു. അങ്ങനെ ഫസ്തംതഉ ബിഖലാഖിഹിം അവർക്ക് ഭൂമിയിൽ നിന്ന് ലഭിച്ച വിഹിതം കൊണ്ട് അവർ സന്തോഷിച്ചു അല്ലെങ്കിൽ സുഖിച്ചു. ഫസ്തംതഅതും ബിഖലാഖിക്കും നിങ്ങൾക്ക് ലഭിച്ച വിഹിതം കൊണ്ട് നിങ്ങളും സുഖിച്ചു. കമസ്തംതഅ അല്ലദീന മിൻ ഖബ്ലിഹിം ബിഖലാഖിഹിം നിങ്ങൾക്ക് മിൻ ഖബ്ലിക്കും ബിഖലാഖിഹിം നിങ്ങൾക്ക് മുമ്പുള്ളവർ അവർക്കുള്ള വിഹിതം കൊണ്ട് സുഖിച്ചതുപോലെ നിങ്ങളും നിങ്ങൾക്കുള്ള വിഹിതം കൊണ്ട് സുഖിച്ചു. വഖുൽതും കല്ലദീ ഖാലു അവർ അനാവശ്യ സംസാരങ്ങളിലും പരിഹാസങ്ങളിലും ചെന്നുപെട്ടതുപോലെ നിങ്ങളും ചെന്നുപെട്ടു. ഉലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഭൂമിയിലും ആഖിറത്തിലും അത് നിഷ്ഫലമായിരിക്കുന്നു. വഉലൈക ഹുമുൽ ഖാസിറൂൻ അവർ പരാജയപ്പെട്ടവർ തന്നെയാകുന്നു. അലം യഅതിഹിം നബഉല്ലദീന മിൻ ഖബ്ലിഹിം ഇവരുടെ മുമ്പുള്ളവരുടെ വാർത്തകൾ ഈ കപട മുനാഫിക്കുകൾക്ക് വന്നില്ലയോ? അതായത് ഖൗമി നൂഹിൻ നൂഹ് നബിയുടെ ജനതയുടെ വാർത്ത, വആദിൻ ആദ് സമൂഹത്തിന്റെ വാർത്ത, വസമൂദ സമൂദ് ഗോത്രക്കാരുടെ വാർത്ത, വഖൗമി ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെ വാർത്ത, വഅസ്ഹാബി മദിയൻ മദിയൻകാരുടെ വാർത്ത, വൽ മുത്തഫിക്കാത്ത് കീഴ്മേൽ മറിക്കപ്പെട്ട സദൂം ഉൾപ്പെടെയുള്ള ഗ്രാമക്കാരുടെ വാർത്ത അതും അവർക്ക് വന്നില്ലയോ?
അതായത് അത്തത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാത്തി, അവരുടെ പ്രവാചകന്മാർ ആ നാട്ടുകാർക്കെല്ലാം തെളിവുകളുമായി വന്നു. ആ തെളിവുകളെ പക്ഷെ അവർ നിരാകരിച്ചു. അള്ളാഹു അവർക്കെതിരെ ശിക്ഷ ഇറക്കി. ഫമാ കാന അല്ലാഹു ലിയദ്ലിമഹും, അള്ളാഹു അവരെ ആക്രമിച്ചതായിരുന്നില്ല. വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, മറിച്ച് അവരെ തന്നെ ആക്രമിക്കുകയായിരുന്നു ചെയ്തത് എന്ന് അള്ളാഹു തആല പറഞ്ഞു. കപടവിശ്വാസികളുടെ മ്ലേച്ഛമായ ചില നിലപാടുകൾ കൂടി തുറന്നു കാണിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ. ആ കപടവിശ്വാസികളുടേതായിട്ടുള്ള ദുസ്വഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു കാര്യമാണ് ഇവിടെ പറയുന്നത്. അൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു, കപടന്മാരായ പുരുഷന്മാരും കപടകളായ സ്ത്രീകളും. ബഅ്ളുഹും മിൻ ബഅ്ളിൻ, അവരിൽ ചിലർ മറ്റു ചിലരിൽ നിന്നുള്ളവരാണ്. ചാൽ അവർ പരസ്പര പൂരകങ്ങളാണ്. സത്യവിശ്വാസികളുടെ സൽസ്വഭാവത്തിന് പകരം കപടന്മാർക്കും, അത് ആണായാലും പെണ്ണായാലും, കടുത്ത ദുസ്വഭാവമാണ് അവരെ കാത്തിരിക്കുന്നത്, അവർക്കുള്ളത്. എന്തായിരുന്നു അവരുടെ ദുസ്വഭാവം? യഅ്മുറൂന ബിൽ മുൻകരി വയൻഹൗന അനിൽ മഅറൂഫി, തിന്മ കൽപ്പിക്കും അവർ. തിന്മ കൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരാകരിക്കാനും റസൂലുള്ളാഹിനെ തള്ളിക്കളയാനും അവർ കൽപ്പിക്കും. അതേസമയം വയൻഹൗന അനിൽ മഅറൂഫി, നന്മയെ തൊട്ട് വിലക്കുകയും ചെയ്യും. മുത്തനബിയെ കൊണ്ട് വിശ്വസിക്കണമെന്ന് പറയുന്നതാണ് നന്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആ നന്മയെ അവർ വിലക്കുകയും ചെയ്യും. വേണ്ട, വിശ്വസിക്കണ്ട എന്നവർ പറയും. വയഖ്ബിദൂന ഐദീഹിം, അവരുടെ കൈകൾ അവർ പിടിച്ചുവെക്കും. ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെലവാക്കുന്നതിൽ നിന്ന് അവർ സ്വയം ചെലവാക്കുകയില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും വല്ലതും കൊടുക്കാൻ തീരുമാനിച്ചാൽ അതുവരെ മുടക്കാനുള്ള പദ്ധതികൾ അവരാവിഷ്കരിക്കും. ഇത്തരത്തിലുള്ള കടുത്ത തിന്മകളൊക്കെ ചെയ്യാൻ അവർക്ക് പ്രേരകമായതെന്താ? നസുല്ലാഹ്, അവർ അള്ളാഹുവിനെ മറന്നു എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു നസൂ ദിക്റല്ലാഹ്, അള്ളാഹുവിന്റെ സ്മരണയെ അവർ മറന്നു. അതായത് ഞങ്ങളുടെ ഈ ദുഷ്പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ടെന്നും അതിനർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്നുമുള്ള യാഥാർത്ഥ്യം അവർ മറന്നു. മറന്നപ്പോൾ ഫനസിയഹും, അള്ളാഹു അവരെയും മറന്നു. വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ആ മറവിക്ക് അനുസരിച്ചുള്ള പ്രതിഫലം അള്ളാഹു തആല നൽകിക്കൊണ്ട് അവരോട് ഇടപെട്ടു. അതാണ് അള്ളാഹ് മറക്കാറുള്ളത്. അല്ലെങ്കിൽ അള്ളാഹു തആല അങ്ങനെ മറന്നുപോയി എന്നുള്ള അർത്ഥത്തിലല്ല. ആമലഹും മുആമലത മൻ നസിയഹും, അവരെ മറന്നുപോയവരുടെ പ്രവർത്തനം പോലത്തെ ഇടപാടുകൾ അള്ളാഹു അവരോട് നടത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ കാരുണ്യം കിട്ടണമെന്നവർ ഉത്കടമായി ആഗ്രഹിച്ച ദിവസങ്ങൾ പരലോകത്തിന് വരും. ആ ദിവസങ്ങളിൽ പടച്ചോനെ നീ ഞങ്ങളെ കാണുന്നില്ലേ, ഞങ്ങളുടെ ഇടങ്ങേറുകൾ അറിയുന്നില്ലേ എന്നവര് അങ്ങേയറ്റം വിതുമ്പലോടുകൂടെ അങ്ങേയറ്റത്തെ വിഷമത്തോടുകൂടെ പറയും. പക്ഷെ ആ പറയുന്ന സമയത്ത് അവരുടെ വിഷമം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കില്ല. അവരെ വിസ്മരിച്ചവരെ പോലത്തെ പെരുമാറ്റം അവരോട് നടത്തും എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ അവർ ഉത്തരവാദിത്ത നിർവഹണത്തിനു വേണ്ടി അധ്വാനിക്കേണ്ടിയിരുന്ന ഭൂമിയിൽ അവർ അള്ളാഹു ഞങ്ങളെ കാണുന്നു എന്ന കാര്യം മറന്നു. വെച്ചാൽ അത് വിസ്മരിച്ചുകൊണ്ട് അവർ ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഗൌരവതരമായ തിന്മയിലൂടെ കടന്നുപോയി. അതുകൊണ്ട് തന്നെ അതിനുള്ള അർഹമായ ശിക്ഷ പരലോകത്ത് അള്ളാഹു അവർക്ക് കൊടുക്കും. ആ ശിക്ഷ കിട്ടുന്ന സമയത്ത് നല്ല മോങ്ങലായിരിക്കും അവര്. പക്ഷെ ആ മോങ്ങലിന്റെ ദയനീയത അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കാരുണ്യം കാണിക്കാൻ കാരണമാവില്ല. കാരണം അവർ ചെയ്തു വെച്ചിട്ടുള്ള പാപത്തിന്റെ കൃത്യമായ ശമ്പളം തന്നെയാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അതാണ് അള്ളാഹുവിനെ അവർ മറന്നു, അള്ളാഹു അവരെയും മറന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ, നിശ്ചയം ഈ കപടന്മാർ, അതായത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ വിശ്വസിച്ചവരാണ് എന്ന് പുറത്തു പറഞ്ഞ് മനസ്സിൽ വിശ്വാസത്തിന്റെ യാതൊരു നന്മയും കാത്തു സൂക്ഷിക്കാത്തവർ, അവര് വഴികേടിന്റെ തെമ്മാടിത്തരത്തിന്റെ ആളുകൾ തന്നെയാകുന്നു. ശരിയായ റൂട്ടിൽ നിന്ന് ബഹുദൂരം അകന്നുപോയിട്ടുള്ള ധിക്കാരികളാകുന്നു അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തുടർന്ന് പറയുന്നു, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഗതികൾ വഅദുല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി, കപടന്മാരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വൽ കുഫാറ, സത്യനിഷേധികൾക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നാറ ജഹന്നമ, ജഹന്നം എന്ന നരകത്തിന്റെ ശിക്ഷ. ഈ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പുറത്തു പറയുകയും ഉള്ളിൽ വിശ്വാസത്തിന്റെ യാതൊരു നന്മയും കൊണ്ടു നടക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്നത് എന്താണ്? അതേപോലെ പരസ്യമായി സത്യനിഷേധം സ്വീകരിച്ചവരാണ് കുഫാർ.
ഈ മുനാഫിക്കും കാഫറും തമ്മിലുള്ള വ്യത്യാസം എന്താ? മുനാഫിക്ക് എന്ന് പറഞ്ഞത് മുത്തനബിന്റെ കൂടെ കൂടി ഞങ്ങൾ ആൾക്കാരാണെന്ന് പുറത്തു പറയും, പക്ഷെ ഉള്ളിൽ വിശ്വാസമല്ല. കാഫർ എന്ന് പറയുമ്പോഴോ പരസ്യമായി തന്നെ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ. എന്തായാലും മുനാഫിക്കിനേക്കാൾ ഒന്നുകൂടി മെച്ചാണ് അവരുടെ നിലപാട് എന്നാണ് വിശുദ്ധ ഇസ്ലാം ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യം. കാരണം എന്താ, ഈ കപടന്മാര് പരസ്യമായിട്ട് വിശ്വാസം പ്രഖ്യാപിക്കുന്നതുകൊണ്ട് ചില സാധുക്കളൊക്കെ ചിലപ്പോൾ അവരുടെ ചില കിംവദന്തികളിലോ അല്ലെങ്കിൽ അവരുടെ വർത്തമാനങ്ങളിലോ ഒക്കെ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് അവിശ്വാസിയെ അവന് നേരത്തെ തന്നെ അവൻ നമ്മുടെ എതിർചേരിയിൽ നിൽക്കുന്നയാളാണ് എന്ന് മനസ്സിലാക്കി ഇടപെടാനും പ്രവർത്തിക്കാനുമുള്ള സാഹചര്യമുണ്ടല്ലോ എന്നർത്ഥം. എന്തായാലും ഈ രണ്ടു കൂട്ടർക്കും അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നാറ ജഹന്നം, ജഹന്നം എന്ന നരകത്തിന്റെ ശിക്ഷയാകുന്നു. ഖാലിദീന ഫീഹാ, ആ നരകത്തിൽ അവർ ശാശ്വതന്മാരായ നിലക്ക്. അഥവാ ഈ കപടന്മാരും അതേപോലെ അവിശ്വാസികളും നരകത്തിൽ കടന്നാൽ ആ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള യാതൊരു ഓപ്ഷനും അവരുടെ മുന്നിലില്ല. അവർക്ക് എല്ലാ അർത്ഥത്തിലും അവരെ വരിഞ്ഞു മുറുക്കുന്ന ശിക്ഷകൾ തന്നെയായിരിക്കും അവരെ കാത്തിരിക്കുന്നത്. എപ്പോഴെങ്കിലും നരകത്തിൽ നിന്ന് പുറത്തു കടക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ അവർ ചില ശ്രമങ്ങളൊക്കെ നടത്തും. അള്ളാഹുവിനോട് അവർ കെഞ്ചി പറയും, പടച്ചോനെ ഞങ്ങൾക്കൊന്ന് ഭൂമിയിലേക്ക് മടക്കം തന്നാൽ ഞങ്ങൾ നന്നായി വിശ്വാസം ശരിപ്പെടുത്തി ജീവിച്ചോളാം, ഞങ്ങളുടെ ഇതുവരെയുള്ള നിലപാട് ശരിയായിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഒരു ചാൻസ്, ഒരവസരം ഞങ്ങൾക്ക് തരണമെന്നവർ കെഞ്ചും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അള്ളാഹു നമ്മൾ അറിയിച്ചത് എന്താ? സൂറത്തുൽ മുഅ്മിനൂനയിൽ കാണാം അള്ളാഹു അവരോട് പറയുന്ന മറുപടി, ഞങ്ങളൊന്ന് പുറത്തു കടത്തിത്താ, ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നന്നാവും, ഇനിയും ഞങ്ങൾ മോശക്കാരാവുകയാണെങ്കിൽ ഞങ്ങളെ നീ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോളൂ എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു അവരോട് പറയുന്ന മറുപടി, ഇഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ, നിങ്ങൾ നിന്ദ്യരായി നരകത്തിന്റെ ശിക്ഷ അനുഭവിച്ച് കഴിയുക, എന്നോട് നിങ്ങൾ സംസാരിക്കണ്ട. കാരണം എന്താ? ഇങ്ങനത്തെ ഘട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വരാനുണ്ടെന്ന് പ്രവാചകന്മാർ വന്ന് നിങ്ങളോട് അധ്യാപനം നടത്തിയിരുന്നു, നിങ്ങൾക്ക് ഉത്ബോധനവും ഉപദേശവും തന്നിരുന്നു. പക്ഷെ ആ ഉത്ബോധനം തന്നപ്പോൾ, ഉപദേശം തന്നപ്പോൾ നിങ്ങളെന്താ ചെയ്തത്? നിങ്ങൾ ചെയ്തത് ആ പ്രവാചകന്മാരെ കളിയാക്കുകയാണ്. ആ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ച എന്റെ ശരിയായ സത്യവിശ്വാസികൾക്ക് ലോകവിവരമില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തത്. ഫത്തഖൽതുമൂഹും സിഖ്രിയാ, നിങ്ങളെന്നാ വിശ്വാസികളെ ലോകം തിരിയാത്തവരെന്ന് പറഞ്ഞ് കളിയാക്കുകയായിരുന്നു. നിങ്ങളാണ് ആ പുരോഗമന ചിന്തയുള്ളവർ, നിങ്ങളാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവർ എന്ന അഹങ്കാരത്തിന്റെ സംസാരം നിങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ആ വിശ്വാസികളായ ജനങ്ങൾ, അതേപോലെ പ്രവാചകന്മാർ അവരവരുടെ ദൌത്യനിർവഹണവുമായി നിങ്ങളുടെ പരിഹാസം കേട്ടുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടെ മുന്നോട്ടുപോയി. അങ്ങനെ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറു, സൂറത്തുൽ മുഅ്മിനീനിൽ അല്ലാഹു പറയുന്നത് കാണാം, അവരന്ന് ക്ഷമയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിന് അവർക്കിന്ന് ഞാൻ വലിയ പ്രതിഫലം കൊടുത്തു. അവർ സ്വർഗത്തിന്റെ അനന്തമായ സാധ്യതകൾ അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ തുള്ളിച്ചാടുകയാണ്. അതേസമയത്ത് നിങ്ങൾ അന്നവരെ പരിഹസിച്ച് ലോകം തിരിയാത്തവരെന്ന് പറഞ്ഞ് കളിയാക്കിയ നിങ്ങൾക്ക് അർഹതപ്പെട്ട നരകത്തിൽ കിടന്ന് നിങ്ങളിങ്ങനെ മോങ്ങുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും. അതേപോലെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനത്തെ ഈ നേരായ മാർഗമല്ലാത്ത വല്ല മാർഗവുമുണ്ടോ എന്നവർ നോക്കും. ചാടി രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കും. അത് അപ്പോഴും അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ പിടികൂടും. കുല്ലമാ അറാദു അയ്യഖ്റുജു മിൻഹാ ഉഈദു ഫീഹാ, നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ തീരുമാനിച്ച് അതിനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴെല്ലാം ഉഈദു ഫീഹാ, ആ നരകത്തിലേക്ക് തന്നെ അവരെ മടക്കപ്പെടും. അഥവാ മലക്കുകൾ കണ്ടുപിടിച്ച് അവരെ നരകത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും. ഒരിക്കലും പുറത്തു കടക്കാൻ അവർക്ക് സാധിക്കില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തുന്നത് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി, കപടന്മാരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അതേപോലെ വൽ കുഫാറ, സത്യനിഷേധികൾക്കും അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു നാറ ജഹന്നം, ജഹന്നം എന്ന നരകത്തിന്റെ ശിക്ഷയെ, ഖാലിദീന ഫീഹാ, അതിൽ ശാശ്വതന്മാരായ നിലക്ക് ഒരിക്കലും പുറത്തു കടക്കാൻ സാധിക്കില്ല എന്നർത്ഥം. ഹിയ ഹസ്ബുഹും, അവർക്ക് ആ നരകം മതിയായതാണ്, അഥവാ അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ തന്നെയാണ് കിട്ടിയത്. വലാനഹുമുല്ലാ, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു, അഥവാ അവന്റെ കാരുണ്യത്തിൽ നിന്ന് അല്ലാഹു തആല അവരെ അകറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി അവർക്ക് കാരുണ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. വലഹും അദാബും മുഖീം, അവർക്ക് സ്ഥിരമായ ശിക്ഷയുണ്ട്, ഒരിക്കലും ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കില്ല. ഏതുപോലെ തന്നെ കല്ലദീന മിൻ ഖബലിക്കും, ഈ സത്യനിഷേധികളായിട്ടുള്ള കുഫാറിനോടും അതേപോലെ തന്നെ കപടന്മാരോടും അല്ലാഹു പറയാണ്, കല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന നിഷേധികളെപ്പോലെ തന്നെ. മുമ്പുണ്ടായിരുന്ന നിഷേധികളാരാ? കാനൂ, അവരായിരുന്നു അശദ്ദ മിൻകും ഖുവ്വത്തൻ, നിങ്ങളെക്കാൾ ശക്തന്മാരായിരുന്നു അവർ, നല്ല ശാരീരിക ക്ഷമതയുള്ളവരായിരുന്നു.
വക്സർ അംവാലം വാ ഉലാദൻ, നിങ്ങളെക്കാൾ സമ്പത്തും അതേപോലെ സന്താനങ്ങളും ഒക്കെ വർദ്ധിച്ചവരായിരുന്നു അവർ. എന്ന് പറഞ്ഞാൽ ഭൗതിക സാഹചര്യങ്ങൾ നിങ്ങളെക്കാളെല്ലാം ഉഷാറായിട്ട് അനുകൂലമായിരുന്ന വിഭാഗങ്ങൾ മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ കഴിഞ്ഞുപോയ സമൂഹങ്ങൾ പ്രവാചകന്മാരെ നിഷേധിച്ചപ്പോൾ അല്ലാഹു തആല അവർക്കും ഇതേ ശിക്ഷയാണ് കൊടുത്തത്. അതേ ശിക്ഷ ഏതാ നിങ്ങൾക്കും അല്ലാഹു തന്നിരിക്കുന്നു എന്ന് നിഷേധികളോട് അല്ലാഹു തആല പറയും. എന്നിട്ട് അവർ ആ മുൻഗാമികളെ കുറിച്ച് പറയുന്നു, ഫസ്തംതഉ ബിഖലാഖിഹിം, അവർക്ക് ഭൗതിക ലോകത്ത് ലഭിച്ച വിഹിതം കൊണ്ട് അവർ സുഖിച്ചു. ദുനിയാവിൽ അവർക്ക് സമ്പത്തും അതേപോലെ സൗകര്യങ്ങളും മറ്റു ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടായി. ആ നേട്ടങ്ങളൊക്കെ ഉപയോഗിച്ച് അവർ സുഖം കൊണ്ടു പറഞ്ഞാൽ ഭൂമിയിൽ അവർ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഇത് തന്നെയാണ് അംഗീകാരമെന്ന് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ടവർ ജീവിച്ചു. ഭൂമിയിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ള ആ ദുനിയാവിന്റെ സുഖം കൊണ്ടവർ സന്തോഷിച്ചു, സുഖിച്ചു. നിങ്ങളും അതന്നെ ചെയ്യുന്നത്. ഫസ്തംതഅതും ബിഖലാഖികും, നിങ്ങൾക്ക് ലഭിച്ച വിഹിതം കൊണ്ട് നിങ്ങളും സന്തോഷിച്ച് സുഖിക്കുന്നു. കമസ്തംതഅ അല്ലദീന മിൻ ഖബലികും ബിഖലാഖിഹിം, നിങ്ങളുടെ മുമ്പുള്ളവർ അവർക്ക് ലഭിച്ച വിഹിതം കൊണ്ട് സുഖിച്ചതുപോലെ നിങ്ങളും സുഖിക്കുന്നു. വഖുൽതും കല്ലദീ ഖാലു, അവര് അനാവശ്യ സംസാരങ്ങളിലും പരിഹാസങ്ങളിലും കടന്നു പ്രവേശിച്ചതുപോലെ നിങ്ങളും പ്രവേശിക്കുന്നു. അതായത് മുൻഗാമികൾ അവരുടെ പ്രവാചകന്മാരോടും സത്യത്തോടും എന്തു നിലപാടാണോ സ്വീകരിച്ചത് അതേ നിലപാട് തന്നെ നിങ്ങളും സ്വീകരിക്കുന്നു. അപ്പൊ ആ മുൻഗാമികൾ നിങ്ങളെക്കാൾ ശക്തന്മാരും അതേപോലെ തന്നെ സന്താനങ്ങളും സമ്പത്തൊക്കെ കൂടുതലുള്ളവരൊക്കെ ആയിരുന്നു. എന്നിട്ടും പ്രവാചകന്മാരോട് എതിർത്ത് നിന്നപ്പോൾ അല്ലാഹു തആല അവർക്ക് ശിക്ഷ കൊടുത്തു. എങ്കിൽ പിന്നെ അത്ര തന്നെ ഭൗതികമായിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇല്ലാത്ത നിങ്ങളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞത് അത് പടച്ചോന്റെ ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. അവർ ചെയ്ത തിന്മകളെല്ലാം നിങ്ങളും ചെയ്തു. അതുകൊണ്ട് ഉലൈക ഹബിത്തത് അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ, അത്തരക്കാരുടെ പ്രവർത്തന ഫലങ്ങൾ ഭൂമിയിലും ആഖിറത്തിലും അത് നിഷ്ഫലമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെ ആ നന്മകളുടെ ഒന്നും പ്രതിഫലം ലഭിക്കാൻ മാത്രം അവർ യോഗ്യരല്ല. കാരണം എന്താ, ഒരു നന്മ ചെയ്തതിന് പ്രതിഫലം ലഭിക്കാനുള്ള യോഗ്യത വിശ്വാസത്തിന്റെ വിശുദ്ധിയാണ്. അതില്ലാത്ത കാലത്തോളം പരലോകത്ത് വരുമ്പോൾ മരുഭൂമിയിലെ മരീചിക പോലെ എന്നാണ് അല്ലാഹു തആല ഖുർആനിൽ അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, വൗലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടക്കാര് തന്നെയാണ്. പരലോകത്ത് വലിയ നഷ്ടമാണ് അവരെ കാത്തിരിക്കുന്നത്. ഭൂമിയിൽ ജീവിച്ചപ്പോൾ വലിയ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, അംഗീകാരങ്ങൾ അതൊക്കെ അവരെ തേടി വന്നിട്ടുണ്ടാകും, നിങ്ങളെ തേടിയും വരുന്നുണ്ടാകും. അതേസമയത്ത് പ്രവാചകന്മാരുടെ ഓരോട്ടൊട്ടി നിന്ന അക്കാലത്തെ വിശ്വാസികളും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെ വിശ്വാസികളും നിങ്ങളുടെ കണ്ണിൽ അവർ സാധുക്കളായിരിക്കാം, അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത കുറവുണ്ടായിരിക്കാം, അതേപോലെ ഏതെങ്കിലും വിധത്തിലുള്ള സന്തോഷങ്ങളും സമൃദ്ധിയും അവർക്ക് കുറവായിരിക്കാം. പക്ഷെ ആ സമൃദ്ധിയുടെ കുറവ് അവരുടെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകിക്കൊണ്ടാണ് അവർക്ക് പരിഹരിക്കാൻ പോകുന്നത് എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് അനന്തമായ പാരത്രിക ജീവിതത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളവർ അവരാണ് വാസ്തവത്തിൽ വിജയികളായിട്ടുള്ള ആളുകൾ. ആ വിജയികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്ന വിശ്വാസികളാണ്, അതേപോലെ മുൻകാലത്തെ പ്രവാചകന്മാരുടെ കൂടെ നിന്ന വിശ്വാസികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഈ പറഞ്ഞതുകൊണ്ടൊന്നും മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങൾ ചരിത്രത്തിന്റെ കഴിഞ്ഞ കാലത്ത് ആളുകളൊന്ന് മറിച്ചു നോക്കൂ. അവിടെ നിങ്ങൾക്ക് കാണാം, അലം യഅ്തിഹിം, അവർക്ക് വന്നില്ലയോ നബഉല്ലദീന മിൻ ഖബലിഹിം, ഇവരുടെ മുമ്പുള്ളവരുടെ വാർത്തകൾ, അതായത് ഖൗമി നൂഹിൻ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെ വാർത്ത. അതായത് അല്ലാഹു തആല ഓരോ കാലത്തും പ്രവാചകന്മാരെ സത്യസന്ധമായിട്ടുള്ള ആശയങ്ങളുടെ പ്രചരണത്തിനു വേണ്ടി പറഞ്ഞയച്ചു. ആ പ്രവാചകന്മാരോട് നാട്ടിലുള്ള ജനങ്ങൾ രണ്ടു രൂപത്തിൽ പ്രതികരിച്ചു. ഒരു വിഭാഗം പ്രവാചകന്മാരോട് പോസിറ്റീവായി പ്രതികരിച്ചു. അവർ കൊണ്ടുവരുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളാനും നെഞ്ചേറ്റാനും അവർ തയ്യാറായി. അവർ വിജയശ്രീലാളിതരായി സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിൽ വിരാജിക്കാൻ അല്ലാഹു അവസരം കൊടുത്തു. അതേസമയത്ത് മറ്റൊരു വിഭാഗം കടുത്ത നെഗറ്റീവ് അപ്രോച്ചായിരുന്നു സത്യത്തോട് അവർ സ്വീകരിച്ചത്. പ്രവാചകന്മാരെ പരിഹസിക്കാനും അവർക്ക് ലോകം തിരിയില്ലെന്ന് പറയാനും അതേപോലെ പ്രവാചകന്മാരെ സ്വീകരിക്കുന്നവർ സാധുക്കളാണെന്ന് പരിഹസിക്കാനും അവർ സമയം കണ്ടെത്തി. അതിലൊന്നാമത്തെ വിഭാഗമായിരുന്നു നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത. ആ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂഫാൻ ജലപ്രളയത്തിലൂടെ നശിപ്പിച്ച കഥ വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യമാണ് എന്നത് ചിന്തിക്കേണ്ടതാണ്. അതാണ് അല്ലാഹു പറയുന്നത്, മുൻഗാമികളുടെ വൃത്താന്തം വാർത്തകൾ അവർക്ക് വന്നില്ലയോ. അതായത് അവരൊക്കെ പ്രവാചകന്മാരെ നിഷേധിക്കാനും അതേപോലെ തന്നെ അവരെ കളിയാക്കാനും നിന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ആ വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിക്കൊടുത്തത് എന്നത് എന്തുകൊണ്ടാണ് ഈ വിഭാഗം മനസ്സിലാക്കാത്തത്? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ തൂഫാൻ ജലപ്രളയത്തിലൂടെ അല്ലാഹു നശിപ്പിച്ചു. അതേപോലെ ആദിൻ,
ആദ് സമൂഹത്തിന്റെ വർത്തമാനം അവർക്ക് വന്നില്ലയോ? ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയാണ് ആദ് സമൂഹം. ആദ് സമൂഹം ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായ കൊടുങ്കാറ്റെടുപ്പിച്ചുകൊണ്ട് അവരെ പൂർണ്ണമായി നശിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സമൂദ് വിഭാഗത്തിന്റെ വാർത്തയും, സമൂദ് വിഭാഗം എന്ന് പറഞ്ഞാൽ സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയാണ്. ആ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായിട്ടുള്ള ഒരു അട്ടഹാസം, ഒരു ശബ്ദം, ഒരു ഭീകരമായ ശബ്ദം, ആ ശബ്ദത്തിൽ തകർന്നടിഞ്ഞ് മരിച്ചു പോവുകയാണ് അവരെല്ലാവരും ചെയ്തിട്ടുള്ളത്. മറ്റൊരു വിഭാഗമാരാ വഖൗമി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജനത. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജനത എന്ന് പറഞ്ഞാൽ നമ്രൂദ് എന്ന് പറയുന്ന വലിയ രാജാവ്, ലോകം മടക്കി ഭരിച്ചു എന്ന് അഹങ്കരിച്ച രാജാവ്. പക്ഷെ ആ രാജാവിന്റെ അധികാരം നഷ്ടപ്പെട്ടു. അവരുടെ എതിരാളികൾ അവരുടെ മേലിൽ അധികാരം സ്ഥാപിച്ച് എല്ലാ അർത്ഥത്തിലുള്ള നന്മയും നിന്നും ഊരപ്പെട്ട് ദാരിദ്ര്യത്തിന്റെ വറച്ചട്ടിയിലിട്ട് വറക്കപ്പെടുന്ന സാഹചര്യം കൊണ്ട് അവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്രൂദ് എന്ന് പറയുന്ന രാജാവ്, ആ രാജാവിന്റെ തലച്ചോറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചെള്ളു പോലത്തെ ഒരു ജീവിയെ അയക്കുകയും എന്നിട്ട് അത് നിരന്തരം അവനെ വേദനിപ്പിച്ച് തല അടിച്ച് അവൻ തന്നെ സ്വയം തടിച്ചു പൊട്ടിച്ച് നശിക്കുന്ന വിധത്തിൽ വരെ കാര്യങ്ങൾ എത്തിയത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ജനതയുടെ വർത്തമാനം വാസാബി മദിയൻകാരുടെ വാർത്തയും അവർക്ക് വന്നില്ലയോ? മദിയൻകാരെന്ന് പറഞ്ഞ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയാണ്. അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന, അതിൽ വഞ്ചന കാണിക്കുന്ന, കസ്റ്റമേഴ്സിനെ ചതിക്കുന്ന ആ കൃത്യമായിട്ടുള്ള വഞ്ചനക്കെതിരെ ശുഐബ് നബി അലൈഹി ഇസ്ലാം പ്രതികരിച്ചു. പക്ഷേ അവർ ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? ആ നാട്ടുകാരെ അതിശക്തമായിട്ടുള്ള ഒരു കാർമേഘം അല്ലാഹു നൽകി. കടുത്ത ചൂട് ആ കാർമേഘത്തിന്റെ ഉള്ളിൽ നിന്ന് വമിക്കുകയും ആ ചൂട് സഹിക്കാനാവാതെ അവര് നശിച്ചു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അദാബു യൗമിൽ ളുല്ല എന്ന് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് സൂറത്തു ശുഅറായിലും മറ്റും രേഖപ്പെടുത്തിയത് കാണാമെന്നത് പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വൽ മുഅ്തഫിക്കാത്ത്, കീഴ്മേൽ മറിക്കപ്പെട്ട ഗ്രാമക്കാർ എന്ന് പറഞ്ഞത് മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയാണ്. സദൂം ഗോത്രവും അതിന്റെ പരിസരത്തുള്ളവരുമൊക്കെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അവർ താമസിക്കുന്ന ഭൂമിയെ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്ന് എടുത്തു മറിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിലാക്കി അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഈ വാർത്തയൊക്കെ ഇവർക്ക് വന്നില്ലയോ എന്ന് ചോദിച്ചാൽ, നിഷേധികളായി ജീവിച്ചാൽ ഇത് തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഫമാകാന അല്ലാഹു ലിയദ്ലിമഹും, ഇത്തരം ശിക്ഷകളൊക്കെ അവർക്ക് വന്നത് അല്ലാഹുവിനെ ആക്രമിച്ചതല്ല, വലാകിൻ കാനൂ അൻഫുസുഹും യദ്ലിമൂൻ, അവർ തന്നെ ആക്രമിക്കുകയായിരുന്നു. അതായത് സ്വയം ചെയ്തു വെച്ച ശവക്കുഴി അവർ തന്നെ തോണ്ടിയതാണ്, അല്ലാതെ അല്ലാഹു തആല അവർക്ക് നേരെ ഏകപക്ഷീയമായിട്ടൊരു നിലപാടെടുത്തതല്ല എന്ന് അല്ലാഹു ഉണർത്തുന്നു. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.